എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം. നമ്മളിന്നിവിടെ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ഒരു സവാളയാണ്, ഒരു മുള വന്ന സവാള. ഇതിൽ രണ്ട് തരത്തിലുള്ള കളേഴ്സ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ കഴിയും. ഒന്ന് ഈ സവാളയുടെ ഒരു വയലറ്റ് കളറും പിന്നെ അതിൽ വന്നിരിക്കുന്ന മുളയുടെ ഒരു പച്ച കളറും. അതുകൂടാതെ രണ്ട് തരത്തിലുള്ള ടെക്സ്ചറുകളും നമുക്കിതിൽ സ്റ്റഡി ചെയ്യാൻ പറ്റും. ഒന്ന് ഈ സവാളയുടെ വളരെ ഗ്ലോസി ആയിട്ടുള്ള ഇതിൻ്റെ പുറം പാളിയുടെ ടെക്സ്ചറും, അതേപോലെ സവാളയിൽ മുളച്ച് നിൽക്കുന്ന മുളയുടെ ഗ്ലോസി അല്ലാത്ത മറ്റൊരു തരത്തിലുള്ള ടെക്സ്ചറും. അങ്ങനെ രണ്ട് തരത്തിലുള്ള ടെക്സ്ചറും രണ്ട് കളേഴ്സും ഇതിൻ്റെ ഒരു ഫോമും നമുക്ക് ഇതിൽ സ്റ്റഡി ചെയ്യാൻ കഴിയും. ആദ്യമായി കൃത്യമായി സ്കെച്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. വാട്ടർ കളറിന് വേണ്ടി സ്കെച്ച് ചെയ്യുമ്പോൾ അത് ഒരു പെൻസിൽ ഡ്രോയിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ചാർക്കോൾ ഡ്രോയിങ്ങിൻ്റെ നിലവാരത്തിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് കളർ വയ്ക്കാനായി നമ്മൾ ചെയ്യുന്ന ഒരു രൂപരേഖ മാത്രമാണ് വാട്ടർ കളറിൽ സ്കെച്ചിങ്. നമുക്ക് എവിടെയൊക്കെ ഏതൊക്കെ കളർ വയ്ക്കണമെന്ന് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ ഇത്തരത്തിൽ സ്കെച്ച് ചെയ്യാതെ നേരിട്ടും വാട്ടർ കളർ ചെയ്യാം. പക്ഷേ എപ്പോഴും ഒരു സ്കെച്ച് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറേ കൂടി സൗകര്യമായിട്ടുള്ളത്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ സാധാരണ ഇന്ത്യൻ ഹാൻഡ് മെയ്ഡാണ്. ഉപയോഗിച്ചിരിക്കുന്ന കളറ് മോണ്ട് മാർട്ടെ എന്ന കമ്പനിയുടെ വാട്ടർ കളർ പെയിൻ്റാണ്. ഉപയോഗിച്ചിരിക്കുന്ന ബ്രഷ് ആർട്ടിയോസ് എന്ന കമ്പനിയുടെ ബ്രഷുകളാണ്. ഞാൻ ഈ ബ്രഷുകളുടെയും പെയിൻറ്റിൻ്റെയും ലിങ്കുകൾ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ നിന്ന് വാങ്ങിക്കാം. സ്കെച്ചിങ് എന്ന് പറയുന്നത് ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളിലൊന്നാണ്. നമ്മൾ പെയിൻറ്റിങ്ങിനെ ഒരു ശരീരമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ ശരീരത്തിൻ്റെ അകത്തെ സ്കെൽട്ടൺ അല്ലെങ്കിൽ നമ്മുടെ അസ്ഥികൂടമാണ് പെയിൻറ്റിങ്ങിൽ വരുമ്പോൾ അതിൻ്റെ സ്കെച്ച്. നമ്മൾ പെയിൻറ്റിങ്ങിനെ ഒരു ബിൽഡിങ്ങായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ അകത്തെ അതിൻ്റെ സ്റ്റീലും കോൺക്രീറ്റുമാണ് പെയിൻറ്റിങ്ങിൻ്റെ സ്കെച്ച്. അതായത് ഈ ശരീരത്തിനകത്ത് സ്കെൽട്ടണ് നേരവണ്ണം ആരോഗ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ സ്കെൽട്ടൺ വീക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ അകത്തെ കോൺക്രീറ്റും കമ്പിയും വേണ്ടത്ര ബലമുള്ളതല്ലെങ്കിൽ അത് തകർന്നു വീഴുന്നു പറയുന്ന പോലെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അകത്തെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഈ സ്കെച്ച് കറക്റ്റ് അല്ലെങ്കിൽ ആ പെയിൻറ്റിങ്ങിന് നിലനിൽപ്പുണ്ടാവില്ല. നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ അകത്ത് വീക്കായിട്ടുള്ള സ്റ്റീലും കോൺക്രീറ്റും ആണെങ്കിൽ അതിൻ്റെ പുറത്ത് എത്ര പെയിൻറ്റ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ, അത് ആ കെട്ടിടം താഴേക്ക് പോരും. അതേപോലെ ഈ സ്കെച്ചിങ് കറക്റ്റ് അല്ലെങ്കിൽ പെയിൻറ്റിങ് നന്നാവില്ല. ഞങ്ങൾ വാട്ടർ കളർ വർക്ക്ഷോപ്പുകളൊക്കെ വയ്ക്കുമ്പോൾ ഈ സ്കെച്ചിങ്ങിന് തന്നെയായിട്ട് ഒരു സെഷൻ വയ്ക്കാറുണ്ട്. കാരണം സ്കെച്ചിങ് അത്ര കണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ചിത്രം ഞാൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരയ്ക്കാൻ ശ്രമിച്ചു നോക്കുക. നമുക്ക് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. ഞാൻ ആദ്യമായിട്ട് ഈ ഇലകളുടെ മുകളിൽ വരുന്ന വളരെ ലൈറ്റായിട്ടുള്ള ഒരു ബ്ലൂ ടോണാണ് വയ്ക്കുന്നത്. ഞാൻ 2-3 ലെയേഴ്സായിട്ടാണ് പെയിൻറ്റിങ് തീർക്കാറുള്ളത്. ഈ ലെയറിങ് ചെയ്യുന്നതാണ് വാട്ടർ കളറിൻ്റെ ഒരു സ്വഭാവം. വേറെ ഒരു മീഡിയത്തിനും ഈ ഒരു സ്വഭാവമില്ല. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് സ്വഭാവം മറ്റൊരു മാധ്യമത്തിനുമില്ല. വാട്ടർ കളർ മാത്രമാണ് നമ്മൾ ട്രാൻസ്പെറൻ്റായിട്ട് ലെയറുകളിലൂടെ ചിത്രം കാണുന്ന ഒരു രീതിയുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാനൊരു ചെറിയൊരു ഗ്രീൻ ടോൺ അതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്ലൂ ടോണും ഗ്രീൻ ടോണും ഇതിൽ തനിയെ ലൈറ്റ് ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു സൗന്ദര്യം വരുന്നത്. ഇപ്പോൾ വച്ചിരിക്കുന്ന ചെറിയ വയലറ്റ് ബ്ലൂ ടോൺ എന്നുള്ളത് സവാളയുടെ മുകളിൽ വീഴുന്ന ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗത്ത് വീഴുന്ന കളേഴ്സാണ്. നമ്മളെപ്പോഴും വാട്ടർ കളറിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗത്ത് നിന്നും ഏറ്റവും ഡാർക്കായിട്ടുള്ള ഭാഗത്തേക്ക് ചെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് വാട്ടർ കളർ ചെയ്യുന്നൊരു രീതി. ബാക്കി എല്ലാ മാധ്യമങ്ങളും നമുക്ക് ഇപ്പോൾ മിഡ് നിന്ന് തുടങ്ങിയിട്ട് ഡാർക്കും ഹൈലൈറ്റും വെച്ച് തീർക്കാം, അല്ലെങ്കിൽ ഡാർക്കിൽ നിന്ന് തുടങ്ങി ലൈറ്റിലേക്ക് തീർക്കാം. പക്ഷേ വാട്ടർ കളറിൻ്റെ ഒരു സാമ്പ്രദായിക രീതി എന്ന് പറയുന്നത് ഹൈലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് വൈറ്റ് ആവശ്യമുണ്ടോ അവിടെയെല്ലാം പേപ്പറിൻ്റെ വൈറ്റ് നിലനിർത്തുക, പേപ്പറിൻ്റെ വൈറ്റ് അവിടെ വിടുക എന്നുള്ളതാണ് വാട്ടർ കളറിൻ്റെ രീതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം പല കളേഴ്സ് വെറ്റായിട്ടിരിക്കുന്ന പല കളേഴ്സ് അടുത്തടുത്ത് വയ്ക്കുമ്പോൾ അവ പരസ്പരം തമ്മിൽ ചേരുന്നത് കാണാം. ഇത്തരത്തിൽ തനിയെ ചേരുന്നതാണ് വാട്ടർ കളറിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. മറ്റൊരു മാധ്യമം ഇങ്ങനെ തനിയെ ചേരുന്ന സ്വഭാവമില്ല. നമ്മൾ കൈകൊണ്ട് മാനുവലായിട്ട് ലയിപ്പിച്ച് ചേർക്കേണ്ടതുണ്ട്. ബാക്കി എല്ലാ മാധ്യമങ്ങളും വാട്ടർ കളേഴ്സ് മാത്രമാണ് രണ്ട് കളേഴ്സ് തമ്മിൽ എടുത്ത് വയ്ക്കുമ്പോൾ ഈ തനിയെ ചേരുന്ന രീതിയുള്ളത്. അങ്ങനെ തനിയെ ചേരുന്ന ആ രീതിയും അതിൻ്റെ ലെയറിംഗ് ആയിട്ടുള്ള സ്വഭാവമാണ് വാട്ടർ കളറിനെ മറ്റ് മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി നിർത്തുന്നത്.
ഇപ്പോൾ ആദ്യത്തെ ആ ഒരു ബ്ലൂ ടോൺ അടിച്ചത് ഉണങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് സെക്കൻഡ് ലെയറായിട്ട് ഈ ചെടിയുടെ ഇലകളുടെ നിറം വയ്ക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ രണ്ട് കളേഴ്സ്, അല്പം വ്യത്യാസമുള്ള രണ്ട് കളേഴ്സ് തമ്മിൽ ചേരുന്നത് കാണാം. ഇപ്പോൾ ആ ഇലയുടെ മേൽഭാഗത്തുള്ള ഗ്രീൻ ടോൺ അല്ല താഴേക്ക് വരുമ്പോൾ ആ രണ്ട് ഗ്രീൻ ടോണും അത് തനിയെ ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു സൗന്ദര്യമുണ്ട്. അത് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതല്ല എന്നുള്ളതാണ് അതിൻ്റെ സൗന്ദര്യം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് രണ്ട് ലെയേഴ്സ് മാത്രം മതിയാവും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഒരു ലെയർ മാത്രം മതിയാവും ആ പെയിൻറ്റിങ്ങിൻ്റെ ആ ഭാഗം തീരാനായിട്ട്. ചിലപ്പോൾ 3 ലെയറിൽ തീരാത്ത ഭാഗങ്ങളുണ്ടാവും. ഇത് നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ ആ എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണത്. സ്കെച്ചിങ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വാല്യൂ എന്നുള്ളത്. ഒരു പെയിൻറ്റിങ്ങിൽ വരുന്ന ഹൈലൈറ്റ്സ്, മിഡ് ടോൺസ്, ഡാർക്ക് ടോൺസ് എന്നിവയെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് വാല്യൂ. ഒരു പെയിൻറ്റിങ്ങിൽ വരുന്ന ഇത്തരം വാല്യൂവിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു പെയിൻറ്റിങ് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ വാല്യൂ എന്ന വിഷയത്തെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവർ അതൊന്ന് കാണാൻ ശ്രമിക്കണം. ഇപ്പോൾ ചെയ്യുന്ന ഭാഗം ഈ സവാള ഇരിക്കുന്ന ആ വെളുത്ത പ്രതലത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഭാഗമാണ്. നമ്മളെപ്പോഴും ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ പരിസരങ്ങളിലിരിക്കുന്ന മറ്റ് വസ്തുക്കൾ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പെയിൻറ്റിങ്ങിൽ സവാള മാത്രമേ ഉള്ളെങ്കിലും ആ സവാള ഇരിക്കുന്നത് ഒരു വെളുത്ത പ്രതലത്തിലായതുകൊണ്ട് ഈ വെളുത്ത പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന വെളിച്ചം താഴെ നിന്ന് കാണാൻ പറ്റും. ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത് പെയിൻറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റിൻ്റെ പരിസരങ്ങളിലിരിക്കുന്ന ഒബ്ജക്റ്റുകളിൽ തട്ടി വരുന്ന വെളിച്ചം നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റുകളിൽ പ്രതിഫലിക്കുന്നുണ്ടാവും. അപ്പോൾ ആ പ്രതിഫലിക്കുന്ന വെളിച്ചത്തെ നമ്മൾ വളരെ കൃത്യമായി പഠിച്ച് പ്രയോഗിച്ചാൽ മാത്രമാണ് ആ ഒബ്ജക്റ്റ് അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന ചിത്രത്തിൽ സവാള മാത്രമേ ഉള്ളൂ എങ്കിലും ഈ സവാള ഇരിക്കുന്ന വെളുത്ത ആ പ്രതലത്തിൽ നിന്നുള്ള റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈ സവാളയുടെ അടിഭാഗത്ത് വീഴുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ വരയ്ക്കുന്ന ഭാഗത്താണ് ശരിക്കും സവാളയുടെ യഥാർത്ഥമായിട്ടുള്ളൊരു കളർ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം സവാളയുടെ മുകൾ ഭാഗത്ത് മേളിൽ നിന്നുള്ള ലൈറ്റും ഈ സവാളയുടെ താഴെ ഭാഗത്ത് സവാള ഇരിക്കുന്ന ആ വൈറ്റ് പദത്തിൽ നിന്നുള്ള റിഫ്ലക്റ്റഡ് ലൈറ്റും ആണുള്ളത്. അതുകൊണ്ട് സവാളയുടെ യഥാർത്ഥ കളർ നമുക്ക് ശരിക്കും ഈ പെയിൻറ്റിങ്ങിലുള്ളത് നമ്മളിപ്പോൾ വരയ്ക്കുന്ന ഭാഗത്താണ്.
ഇപ്പോൾ ഇവിടെ ഈ സവാളയുടെ റൈറ്റ് ഭാഗത്ത് കുറച്ച് സ്ഥലം ഞാൻ വിട്ടതായിട്ട് കാണാം. ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഭാഗം, ലൈറ്റ് ബ്ലൂ വിട്ടതായിട്ട് കാണാം. കാരണം അവിടെ ഒരു ഹൈലൈറ്റ് വന്ന് വീഴുന്നുണ്ട് റൈറ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ ബ്രഷിൽ കളർ എടുക്കുമ്പോൾ ആ ബ്രഷിൽ എത്രത്തോളം കളറുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ വേണം. ആ കളറിൽ എന്തുമാത്രം വെള്ളത്തിൻ്റെ അംശമുണ്ട്, എന്തുമാത്രം കളർ പിഗ്മെൻറ്റിൻ്റെ അംശമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണ വേണം. നമ്മൾ ബ്രഷിൽ പെയിൻ്റ് എടുക്കുമ്പോൾ ആ ബ്രഷിൽ എത്രത്തോളം പെയിൻ്റ് ഉണ്ട്, ആ പെയിൻറ്റിൽ എത്രത്തോളം വെള്ളമുണ്ട്, എത്രത്തോളം കളറുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം. ഞാനെപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു കോട്ടൺ ക്ലോത്ത് സൈഡിലായിട്ട് വയ്ക്കും. കാരണം പാലറ്റിൽ നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ബ്രഷിൽ എത്രത്തോളം പെയിൻറ്റ് ഉണ്ടാവും എന്നതിനെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ ധാരണ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എക്സസ് ആയിട്ട് പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഈ കോട്ടൺ ക്ലോത്തിലേക്ക് അബ്സോർബ് ചെയ്തിട്ടാണ് ഞാൻ പേപ്പറിൽ വയ്ക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ കോട്ടൺ ക്ലോത്ത് ഞാൻ സൈഡിൽ വയ്ക്കും വരയ്ക്കുമ്പോൾ. ഇപ്പോൾ നിങ്ങൾക്കിതിൽ കാണാം ഈ സവാളയുടെ ഷാഡോ വളരെ ഷാർപ്പായിട്ടല്ല ചിത്രത്തിലുള്ളതെന്ന് കാണാം. അത്തരത്തിൽ ഷാർപ്പായിട്ട് അല്ലാതെ കളർ വരേണ്ട ഭാഗങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ വെള്ളം കൊണ്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന പെയിൻറ്റ് പടർന്ന് പിടിക്കും അതിലേക്ക്. വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് കിട്ടാതെ പടർന്ന് ലയിച്ച് കിടക്കാനായിട്ട് ആദ്യം വെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് വയ്ക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ആദ്യം വാഷ് ചെയ്തപ്പോൾ പെയിൻറ്റിൻ്റെ അംശം കുറവും വെള്ളത്തിൻ്റെ അംശം വളരെ കൂടുതലുമായിരുന്നു. പിന്നീട് പെയിൻറ്റിങ് തീർത്ത് പോരുന്തോറും ഈ വെള്ളത്തിൻ്റെ അംശം കുറയും, പിഗ്മെൻറ്റിൻ്റെ അംശം അതായത് പെയിൻറ്റിൻ്റെ അംശം കൂടുതലാവും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും.
ചില സ്ഥലത്ത് ഹൈലൈറ്റ് കൂടുതലായിട്ട് നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ അവസാനം ഇത്തരത്തിൽ വളരെ ചെറിയൊരു ലെയറിങ്ങിലൂടെ അതിൻ്റെ ഹൈലൈറ്റ് നമുക്ക് കട്ട് ചെയ്യാം. വാട്ടർ കളറിൽ നമുക്ക് സാധാരണ ലൈറ്റ് കട്ട് ചെയ്ത് കൊണ്ടുവരാനേ പറ്റുള്ളൂ. അതായത് വൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് കൊണ്ടുവരാനാണ് പറ്റുള്ളൂ. ഇനി അറിയാതെ നമ്മൾ വൈറ്റ് വിടേണ്ട ഭാഗത്ത് അല്ലെങ്കിൽ ലൈറ്റ് ടോൺ വേണ്ട ഭാഗത്ത് അറിയാതെ ഡാർക്കായിട്ടുള്ള ടോൺസ് വെച്ച് പോയെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് അത്രയും ഭാഗം ബ്രഷ് കൊണ്ട് നനച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ആ കളർ എടുക്കാനാണ് പറ്റുള്ളൂ. പക്ഷെ അത് ഈ വാട്ടർ കളറിൻ്റെ ഒരു സാമ്പ്രദായിക ശൈലിയല്ല. സാമ്പ്രദായിക ശൈലി എന്ന് പറയുന്നത് ശരിക്കും വൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് പോരുക എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ടെക്നിക്സ് വാട്ടർ കളറിൽ ഉപയോഗിക്കാറുണ്ട്. ഞാനത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. അതിൻ്റെ ഒരു രീതി വെച്ച് വൈറ്റിൽ നിന്ന് ഡാർക്കിലേക്കാണ് പോരുന്നത്. വാട്ടർ കളറിൻ്റെ ഒരു തനത് ശൈലി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പ്രദായിക രീതി എന്ന് പറയുന്നത് വൈറ്റിൽ നിന്ന് തുടങ്ങി ഡാർക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് പ്യുവർ വൈറ്റ് വേണ്ട ഭാഗങ്ങളിൽ ബ്രഷ് ടച്ച് ചെയ്യാതെ പേപ്പർ വൈറ്റ് നിലനിർത്തിക്കൊണ്ട് ലൈറ്റായിട്ടുള്ള ടോൺസ് ആദ്യം വെച്ച് പിന്നെ മിഡ് ടോൺസ് വെച്ച് ഏറ്റവും അവസാനം ഡാർക്കായിട്ടുള്ള ടോൺസ് വെച്ച് പെയിൻറ്റിങ് തീർക്കുക എന്നുള്ളതാണ്. അതേപോലെ സാധാരണ വാട്ടർ കളറിൽ വൈറ്റും ബ്ലാക്കും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. വൈറ്റ് വേണ്ട ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ പേപ്പർ വൈറ്റ് വിടുകയാണ് ചെയ്യാറ്. ഡാർക്ക് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ ശരിക്കും ഓപ്പോസിറ്റ് കളേഴ്സ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി കളേഴ്സ് വെച്ചിട്ടാണ് ഡാർക്ക് ആയിട്ടുള്ള ഭാഗം ചെയ്യാറുള്ളത്. കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കളർ വീലിൽ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന കളേഴ്സാണ്. ഇപ്പോൾ നമ്മൾ ഈ ചിത്രം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാനാദ്യം പറഞ്ഞ പോലെ 2 തരത്തിലുള്ള ടെക്സ്ചറുകൾ ഈ പടത്തിൽ കാണാൻ പറ്റും. അതേപോലെ 2 കളേഴ്സിൻ്റെ സ്റ്റഡിയും കാണാൻ പറ്റും. അതേപോലെ വാല്യൂവിലുള്ള വ്യത്യാസവും നമുക്ക് ഈ ചിത്രത്തിൽ നന്നായിട്ട് കാണാൻ പറ്റും. ഈ സവാളയുടെ ലെഫ്റ്റ് ടോപ്പിൽ നിന്നാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം ആ ഭാഗത്താണെന്ന് കാണാൻ പറ്റും. ഇടത് സൈഡിലെ ഏറ്റവും ടോപ്പിലാണ് ഏറ്റവും ലൈറ്റ് വീഴുന്നത്. അത് കഴിഞ്ഞാൽ ലൈറ്റ് വീഴുന്നത് ഈ സവാളയുടെ മേളിൽ നിന്ന് നേരെ താഴേക്കാണ്. അതായത് റൈറ്റ് ടോപ്പ് ഭാഗത്ത് സവാളയുടെ, ഞാൻ ആ ഇലയുടെ ഭാഗത്തല്ല പറയുന്നത്, താഴെ ആ റൈറ്റ് ടോപ്പ് ഭാഗത്ത് ലൈറ്റ് വീഴുന്നത് കാണാം. അതേപോലെ മേളിൽ നിന്ന് വീഴുന്ന ലൈറ്റ് ഈ സവാള ഇരിക്കുന്ന പ്രതലത്തിൽ തട്ടി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതും അടിഭാഗത്ത് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ വാല്യൂ കുറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ആ നടുക്കുള്ള ഭാഗവും പിന്നെ റൈറ്റ് സൈഡുമാണ്. ഏറ്റവും വാല്യൂ കുറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ഈ സവാളയുടെ റൈറ്റ് സൈഡിൽ താഴെയാണ്. വലിയൊരു പെയിൻറ്റിങ് ചെയ്യാതെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഒബ്ജക്റ്റുകൾ എടുത്തിട്ട് അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോയും അതിൻ്റെ കളർ ടോണും അതിൻ്റെ ടെക്സ്ചറും എല്ലാം പറഞ്ഞു തരുന്ന രീതിയിൽ ടൈം ലാപ്സ് വീഡിയോസ് അല്ലാതെ, അതായത് സ്പീഡ് കൂട്ടിയിട്ടുള്ള വീഡിയോസ് അല്ലാതെ റിയൽ ടൈമിൽ ഷൂട്ട് ചെയ്ത് ഇത്തരം കുറച്ച് വീഡിയോസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയൊരു സ്റ്റഡി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.